ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗും പിന്നെ അതിൻ്റെ കൂടെ നല്ലൊരു കിഡ്ലൻ റെസിപ്പിയുമായിട്ടാണ്. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ട് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിംപ്ലസ്റ്റ് ഡെസേർട്ട് എവർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് പതിവ് പോലെ തന്നെ ഡെസേർട്ട് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മളിപ്പം 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ഡെസേർട്ട്. വെറും 5 മിനിറ്റ് മതി ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ നമ്മളിത് വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ കുറച്ച് ലെങ്തി ആവും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഫ്രൂട്ട്സ് വേണം. ഞാനിപ്പോൾ ഇവിടെ ആപ്പിൾ എടുത്തിട്ടുണ്ട്, ആപ്പിൾ 2 എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഫ്രൂട്ട്സൊക്കെ ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സൊക്കെ എടുക്കാം. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആപ്പിൾ, മാങ്ങ, അതുപോലെ പഴം, നേന്ത്രപ്പഴം, ഇതൊക്കെ ഈ ഒരു ഡെസേർട്ടിലോട്ട് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ പൈനാപ്പിളൊന്നും വേണ്ട കേട്ടോ. പൈനാപ്പിളൊക്കെ ചേർക്കുമ്പോൾ ചിലപ്പം ഒരു കയ്പ്പ് രസമൊക്കെ വരും കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതൊന്നും ചേർക്കാതിരിക്കുകയായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതുപോലെ ഗ്രേപ്സൊക്കെ നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ 2 ആപ്പിൾ തൊലി കളയാണ്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ പച്ച ഗ്രേപ്സാണ് എടുത്തിട്ടുള്ളത്, അത് കട്ട് ചെയ്യുന്നില്ല, അത് അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നമുക്കറിയാമല്ലോ ഫ്രൂട്ട് സാലഡൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പം അതിലേക്ക് നേന്ത്രപ്പഴമൊക്കെ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് ഫ്രൂട്ട് സാലഡിൻ്റെ ഒരു ഫ്രൂട്ട് കസ്റ്റേർഡ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഫ്ലേവർ തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടെ ഒരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആയിരിക്കും. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പം നേന്ത്രപ്പഴം അതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സായിട്ട് ഇത് 3 ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നട്ട്സ് ചേർക്കണമെങ്കിൽ മാത്രം ചേർക്കാം, പക്ഷെ ചേർക്കുമ്പം ചെറിയൊരു എന്തെങ്കിലും കടിക്കാനൊക്കെ ഉണ്ടാകുമ്പോൾ ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക. പിന്നെ കടല അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നട്ട്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് സ്ട്രോബെറി ഒക്കെ നല്ല ടേസ്റ്റാണ്, അതുപോലെ കിവി അതൊക്കെ ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ടൂട്ടി ഫ്രൂട്ടി 2 കളേഴ്സ് എടുത്തിട്ടുണ്ട്, അപ്പോൾ അതും മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ സിൽക്കൺ മോൾഡ് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കിത് സെറ്റ് ചെയ്യാൻ വയ്ക്കാം, അല്ലെങ്കിൽ സാധാ ഒരു പാത്രത്തിലും വയ്ക്കാം കേട്ടോ സെറ്റ് ചെയ്യാൻ. പുഡിങ്ങിൻ്റെ ട്രേയിലും സെറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ സിൽക്കൺ മോൾഡിൽ ഞാൻ 2 മോഡൽ ഇതുപോലെ വെക്കുന്നുണ്ട്. ഫ്രൂട്ട്സ് ആദ്യം ഒന്ന് സെറ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. അതുപോലെ ഇതിപ്പം ബേക്കിംഗ് ട്രേ ആണ്, അതിനകത്ത് ആ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് അതിനകത്ത് ആദ്യം ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രേപ്സൊക്കെ നമ്മൾ തിരിച്ച് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുമ്പം മുകളിൽ ഗ്രേപ്സൊക്കെ നിൽക്കുന്ന രീതിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ വേറെ ഒന്നും ചേർക്കേണ്ട ഫ്രൂട്ട്സിലോട്ട് ഫ്രൂട്ട്സ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് താഴെ വെച്ച് കൊടുക്കുക. ഏറ്റവും താഴത്തെ ബേസായിട്ട് ഇത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും ഞാനിപ്പം കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെക്കുന്നുണ്ട്. കുറച്ച് നേരം വെച്ചാൽ മതി ഫ്രീസറിലാട്ടോ വെക്കുന്നത്. അപ്പോഴേക്കും നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് അടുത്തതായിട്ട് മെയിനായിട്ട് വേണ്ടത് ഈ ക്രീം കാരമലാണ്. അതായത് ഇത് 575 ml പാലിലോട്ടാണ് നമ്മളിത് ഈ ക്രീം കാരമൽ നമ്മൾ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇതിലുണ്ടാവും എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ ക്രീം കാരമൽ ഇവിടെയൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ കാരമൽ കസ്റ്റർഡൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ആ ഒരു സംഭവം തന്നെയാണ്, അത് വെച്ചിട്ടാണ് നമ്മളിപ്പം ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ 250 ml 2 കപ്പും പിന്നെ ഒരു 1/4 കപ്പും കൂടി എടുത്തിട്ടുണ്ട്. അങ്ങനെ 575 ml കറക്റ്റായിട്ട് എടുക്കുക കേട്ടോ. അപ്പം 2 കപ്പും 1/4 കപ്പും പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്ന സമയം കൊണ്ട് പാലൊന്ന് തിളപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. തിളപ്പിച്ച പാലിലേക്കാണ് നമ്മൾ ഈ കസ്റ്റർഡ് ഒഴിച്ചു കൊടുക്കുന്നത്, ക്രീം കാരമൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതാ ഈ ഒരു പാക്കിൻ്റെ അകത്ത് ഇതുപോലെ 2 പാക്ക് ഉണ്ടാവും. ഒന്ന് നമ്മുടെ കാരമൽ സിറപ്പാണ്, പിന്നെ ഒന്ന് ഈ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്ന പൊടിയാണ്. അപ്പം ആ ഒരു പൗഡർ നമുക്ക് ഈ തിളച്ച് വരുന്ന പാലിലോട്ട് നമ്മളിതിട്ട് കൊടുക്കണം. പാലിപ്പോൾ ഇതാ തിളച്ചിട്ടുണ്ട്. തിളച്ച പാലിലോട്ടാട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഒരു പാക്കാണ് ഈ 575 ml പാലിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതിൻ്റെ ബാക്ക് സൈഡിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ പാലെടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഈ പാക്ക് ഒന്നുകൂടെ എടുത്ത് കൊടുക്കേണ്ടി വരും.
അപ്പോൾ ഈ ഒരു പൗഡർ നമ്മൾ തിളച്ച പാലിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഇതിൻ്റെ അകത്ത് തന്നെ ഈ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത് എത്ര നേരം കുക്ക് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ 2 മിനിറ്റിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പയിലൂടെ ഒരു പാത്രത്തിലേക്ക് നമുക്കത് അരിച്ച് മാറ്റാം. അരിച്ച ശേഷം വേണം നമ്മളത് നേരത്തെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ ഫ്രൂട്ട്സ്, അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രീസറിൽ ഒരുപാട് നേരം ഒന്നും വെക്കേണ്ട കേട്ടോ. നമ്മൾ പാല് തിളയ്ക്കുന്ന ആ ഒരു സമയം മതി. ഇനിയിപ്പോൾ ഫ്രീസറിൽ വെച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ പാല് തിളപ്പിച്ച് നേരത്തെ തന്നെ നമ്മൾ എല്ലാം റെഡിയാക്കുവാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഫ്രൂട്ട്സ് ആദ്യം ബേസായിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ക്രീം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ഒരു കസ്റ്റർഡ് നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര തിന്നാണിത് സെറ്റാവുമെന്നൊക്കെ. പക്ഷേ ആ ഒരു പറഞ്ഞ അതിൽ കൊടുത്ത പോലെ തന്നെ ചെയ്തെടുക്കുക, അത് നല്ലോണം സെറ്റാവും. അപ്പോൾ ഇത് 2 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ താഴെ വേണം വെക്കാൻ. 2 മണിക്കൂർ ടു 4 മണിക്കൂറാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ 2 മണിക്കൂറിനകത്ത് തന്നെ ഇത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ മോൾഡിലൊക്കെ വെക്കുവാണെങ്കിൽ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ആ ഒരു മോൾഡിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. നാട്ടിലെ മിക്ക ഫങ്ഷൻസിലും ഈ ഒരു പുഡിങ് ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു പുഡിങ് ആയിരിക്കും. പക്ഷേ ഫ്രൂട്ട്സ് ഒന്നും ചേർക്കാണ്ടായിരിക്കും മിക്കവരും ഉണ്ടാക്കുന്നത്, പ്ലെയിനായിട്ട് കഴിക്കാനും വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു ക്രീം കാരമലും അതുപോലെ ഗൾഫിൽ നിന്ന് നാട്ടിലോട്ട് വരുന്നവരൊക്കെ മിക്കവരും ഈ ഒരു പാക്ക് കൊണ്ടുപോകാറുണ്ട്. അപ്പം അത് മീൻസ് എപ്പോഴും നമ്മൾ ഒരേപോലെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മടുപ്പ് വരും. അപ്പോൾ ഇതുപോലെ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഫ്രൂട്ട് സലാഡൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ്, ഫ്രൂട്ട് കസ്റ്റർഡൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്കത് കഴിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇത് സെറ്റാക്കിയ ശേഷമാണ് ഞാൻ ഈ നമ്മുടെ കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. നിർബന്ധമില്ല. പിന്നെ കുറച്ച് നട്ട്സ് വേണമെങ്കിലും മുകളിൽ ഇട്ട് കൊടുക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു നട്ട്സ് ഇടണ്ടെന്നാണ്. കാരണം ഞാൻ ഇട്ടപ്പോൾ എനിക്ക് അത്ര ടേസ്റ്റ് തോന്നിയില്ല. ഞാൻ പിസ്താച്ചോസ് പൗഡേർഡ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനേക്കാളും ടേസ്റ്റ് ഇതിങ്ങനെ പ്ലെയിൻ ആയിട്ട് കഴിക്കാനാട്ടോ. ഇതുപോലെ കാരമൽ സിറപ്പും നിർബന്ധം ഇല്ല, കാരണം അത് ഒഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊന്നും ഇല്ലാണ്ടാണ് ഇത് ടേസ്റ്റ്. വേണമെങ്കിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തോളൂ, അതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഡെസേർട്ട്. പെട്ടെന്ന് എന്തെങ്കിലും ഡെസേർട്ട് ഉണ്ടാക്കണം എന്നാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അധികം നേരമൊന്നും നമുക്ക് സെറ്റാക്കാനും വേണ്ട. 1 മണിക്കൂറിനകത്ത് തന്നെ ഇത് റെഡിയായി കിട്ടുന്നുണ്ട്. എന്നാലും ഒന്നുകൂടെ സെറ്റാകാൻ വേണ്ടിയിട്ട് നമുക്ക് 2 മണിക്കൂറൊക്കെ വെക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റായിട്ട്, നല്ല കറക്റ്റ് പാകാട്ടത്, നല്ല സോഫ്റ്റായിട്ടുള്ളൊരു പുഡിങ്ങാണ്. ആ നട്ട്സും അതുപോലെ ആ ഫ്രൂട്ട്സും എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പം നല്ല ടേസ്റ്റാണ്. നമ്മൾ എക്സ്ട്രാ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നല്ലൊരു പാക മധുരം ആണ് ഈ ഒരു പുഡിങ്ങിന്. നമ്മളെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഡെസേർട്ട്സൊക്കെ ഉണ്ടാക്കുമ്പം നമ്മൾ സാധാരണയായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് വേണ്ടി വരും, അതുപോലെ ചൈന ഗ്രാസ്, ജെലാറ്റിൻ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഡെസേർട്ടിലോട്ട് നമുക്ക് ഈ ഒരു ക്രീം കാരമൽ പാക്ക് മാത്രം മതിയാകും, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ ഫങ്ഷൻസൊക്കെ വരുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. പിന്നെ നമ്മുടെ ഐഷാസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ഇനി നമുക്ക് പതിവ് പോലെ നമ്മുടെ വ്ളോഗിലേക്ക് പോവാം. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മുട്ടയും തക്കാളിയും കൂടിയുള്ള റോസ്റ്റാണ്, പിന്നെ നീർദോശയുമാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇക്ക ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് റെഡിയാവും. പിന്നെ മക്കൾക്കിപ്പോൾ ഓൺലൈൻ ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുക. റീനു കുറച്ച് നേരത്തെ തന്നെ എഴുന്നേൽക്കും, റോസ് പിന്നെ കുറച്ചൊന്ന് ലേറ്റാവും. മുട്ട ഇതുപോലെ
തക്കാളിയും മുട്ടയും കൂടി ഇതുപോലെ റോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ബ്രഞ്ചായിട്ടും ഇത് കഴിക്കാറുണ്ട്. അപ്പോൾ ഞാനും റീനും കുറേ നേരത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും റോസിൻ്റെ കൂടെ കഴിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ലഞ്ചിന് കുറച്ച് നേരം വൈകിയാലും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ചോറ് മാത്രമേ റെഡി ആയിട്ടുള്ളൂ, കറികളൊക്കെ ഇനി ഉണ്ടാക്കണം, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഡെസേർട്ടിൻ്റെ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഡെസേർട്ട് റെസിപ്പി വീഡിയോ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത ശേഷമാണ് ചെടികൾക്കൊന്ന് നനയ്ക്കാൻ പോവുകയാണ്. ചെടികൾ കാര്യമായിട്ടൊന്നുമില്ല, അവിടെ കുറേ മണ്ണിങ്ങനെ നമ്മൾ ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മണ്ണ് ഇവിടെ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ മണ്ണ് വാങ്ങിക്കുന്നില്ല. അപ്പോൾ വെറുതെ അവിടെ കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ചെറുപയർ എടുത്തിട്ട് അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നനച്ച് കൊടുക്കുവാണ്. ഇപ്പം ചെടികൾ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര മടിയാണ്. പിന്നെ റോസിന് ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ ഓരോ ദിവസം വന്ന് നോക്കും, ഇങ്ങനെ എത്ര ഹൈറ്റ് വെച്ചു എന്നൊക്കെ. അതുപോലെ ഇങ്ങനെ നനച്ചു കൊടുക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സ്പ്രേ ചെയ്യാൻ പറയുമ്പം അവൾക്ക് കൈ വേദനിക്കിട്ട് പറഞ്ഞിട്ട് അവളിങ്ങനെ ഇതുപോലെ കപ്പിലാക്കിയിട്ട് കൈ കൊണ്ട് ഇങ്ങനെ കുടഞ്ഞു കൊടുക്കാറാണ്. ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മതിക്കില്ല, അതിന് വേദന ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പം അവൾക്ക് ചെറുതായിട്ട് ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അവൾ ചെയ്തോളും വിചാരിച്ചിട്ട് അവൾ തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പം ഇതിൻ്റെ പിന്നാലെയാണ്. ഇതിങ്ങനെ ഓരോന്ന് ഹൈറ്റ് വെക്കുന്നുണ്ടോ നോക്കലൊക്കെ തന്നെയാണ് പണി. അപ്പോൾ കുറച്ച് കാലം ഉള്ളൊരു ഇൻട്രസ്റ്റ് ആവും, കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും അതും ബോറടിക്കും അവൾക്ക് എല്ലാം പെട്ടെന്ന് ബോറടിക്കുന്നൊരു ടൈപ്പാണ്. പിന്നെ ലഞ്ചിനും ഡിന്നറിനൊക്കെ ഒരേപോലത്തെ ഐറ്റംസൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ വീണ്ടും നമ്മൾ ഫുഡിൻ്റെ റെസിപ്പീസിനെ ഇട്ടിട്ട് ഷെയർ ചെയ്തിട്ട് കാര്യമില്ലല്ലോ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഇത് മക്കൾ കിടക്കാൻ നേരമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റീനു നേരത്തെ തന്നെ ഉറങ്ങിയിട്ടുണ്ട്. റീനു കുറച്ച് നേരത്തെ കിടക്കും, നേരത്തെ എഴുന്നേൽക്കും. റോസ് പിന്നെ കുറേ റൂയിമോളായിട്ട് കളിച്ചിട്ടൊക്കെ കിടക്കുകയുള്ളൂ. റൂയിമോളാണെങ്കിലും ചില സമയത്ത് നേരത്തെ കിടക്കും, ചില സമയത്ത് ഭയങ്കര ലേറ്റ് ആയിട്ടായിരിക്കും ഉറങ്ങുന്നത്. ഇന്നിവിടെ ഇന്നുവിടെ ഇന്നുവിടെ ഇന്നു അത് റോസു, അത് റൂഹി. റോസു 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 പോയി ഉറങ്ങും. ഉറങ്ങ, വീണു ഉറങ്ങിയിട്ടുണ്ട്. ഉറങ്ങ, ഞാനും വരുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കാം. റോസു ഇമ്മ വീഡിയോ എടുക്കുന്നുണ്ട്, പോ പോ. റോസു നിന്നെ പോലെയല്ല റീനു ഉണ്ടോ നല്ല കുട്ടിയായിട്ട് കിടന്നുറങ്ങണം. റീനു ഉറങ്ങിക്കണോ? റോസു അടി കിട്ടും ഉറങ്ങുന്നവരെ ശല്യപ്പെടുത്തരുത്. റോസു വീഡിയോ കാണുന്ന ആൾക്കാർക്ക് കൂടി കളിയാക്കൂട്ടാ. അതാ റൂഹിക്ക് വരണമല്ലോ. റോസു ഇന്നൂടെ ഇന്നു റോസു വേണ്ട, റൂഹി നോക്കട്ടെ.
ഇന്നു വിളിക്കേ. റോസും അല്ല, റോയിമോനാണ്. റോയിമോന് Ninoy, clap your hands. If you're happy and Ninoy, clap your hands. Happy and Ninoy, can you really want the ship? If you're happy and Ninoy, clap your hands. Okay. Okay. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് ചെയ്തറിയിക്കുക. പുതിയൊരു വ്ളോഗുമായിട്ടോ വീഡിയോ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു.